നമ്മുടെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഡെവലപ്മെന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിന്റെ ഫീൽഡിൽ ഇപ്പൊ എന്തൊക്കെ അഡ്വാൻസ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്? എൻ്റെ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊറാസിക് സർജറിയാണ്. പാഷനായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ഫീൽഡാണ്. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ ഹോൾ സർജറിയാണ്. അതാണ് ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡ്. മിനിമൽ ഇൻവേസീവ് തൊറാസിക് സർജറി, അതായത് വാറ്റ്സ് ചെയ്യും, വീഡിയോ അസിസ്റ്റഡ് തൊറാസിക് സർജറി ചെയ്യുന്നതുകൊണ്ട് കോസ്റ്റിൽ ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അതായത് ഓപ്പൺ സർജറിയുടെ കോസ്റ്റിനേക്കാളും കുറവാണ് നമ്മുടെ എക്സ്പെൻസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊളാട്രൽ എക്സ്പെൻസ് ഓപ്പൺ സർജറിക്ക് കൂടുതലാണ്. കൂടുതൽ ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ, കൂടുതൽ ദിവസത്തെ ബൈസ്റ്റാൻഡർ സ്റ്റേ, റിക്കവറി ടൈം കൂടുതൽ, റെസ്റ്റ് ടൈം കൂടുതൽ. ഇതൊന്നും കീ ഹോൾ സർജറിക്ക് ഇല്ല. പേഷ്യൻ്റ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നോർമലൈസ് ചെയ്ത് തിരിച്ച് ജോലിക്ക് പോകാനുള്ള ഭാഗത്തിലേക്ക് എത്തും. മിക്കവാറും പേഷ്യൻ്റ് മാക്സിമം 2 വീക്സ് ആണ് പറയുന്നത്. അവർ ഇങ്ങോട്ടേക്ക് ചോദിക്കുക, ഡോക്ടർ 2 ആഴ്ച കൂടി വീട്ടിലിരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, കാരണം ഞാൻ ചെയ്യുന്ന സർജറിക്കുള്ള ഒരു ബെനിഫിറ്റ് അത് കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് കീ ഹോൾ സർജറി. അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. ഒരു മൾട്ടി പോർട്ട്, അതായത് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നത് പോലെ 2-3 ഹോൾ ഇട്ടിട്ട് അതിനുള്ളിലൂടെ ചെയ്യാം. പക്ഷേ അത് അഡ്വാൻസ് ചെയ്തിട്ട് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സ്പെസിമെൻ എടുക്കാൻ തുറക്കേണ്ട ഒരു ചെറിയ ഹോൾ ഉണ്ട്, ചെറിയൊരു കീ ഹോൾ, ഒരു 3 സെൻറ്റിമീറ്റർ വലിപ്പം അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ. അതിനുള്ളിലൂടെ സിംഗിൾ പോർട്ട്, ആ ഒരു ചെറിയ ഇൻസെഷനിലൂടെ മുഴുവൻ സർജറിയും കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഇപ്പം എൻ്റെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ സ്പെഷ്യാലിറ്റി അതാണ്. അപ്പോൾ അതാണിപ്പം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് തൊറാസിക് സർജറി എന്ന് പറഞ്ഞാൽ സിംഗിൾ പോർട്ട് തൊറാസിക് സർജറി. അത് മാനുവലായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും അത് സിംഗിൾ പോർട്ട് റോബോട്ടിക് സർജറി ആയിട്ട് മാറിയിട്ടുണ്ട്.